ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭാര്യയുടെ മരണശേഷം ഗൾഫിൽ നിന്ന് ബഷീർ തൻ്റെ നാട്ടിൽ സെറ്റിലായി. 3 മക്കളാണ് ബഷീറിനുള്ളത്. മൂത്ത മകൻ ഖാദർ. ഖാദറാണെങ്കിൽ ഭാര്യ വീട്ടിലാണ് താമസം. വല്ലപ്പോഴും ബാപ്പയെ കാണാൻ വരും. ഖാദറിൻ്റെ ഭാര്യയ്ക്ക് ബഷീറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. രണ്ടാമത്തെ മകൻ ജലാൽ. ജലാലാണെങ്കിൽ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജലാലും ഭാര്യയുമൊത്ത് അവിടെ സെറ്റിലാണ്. ജലാലിന് ഒന്നിനും സമയമില്ലാത്തത് കൊണ്ട് വീട്ടിൽ വരാറില്ല. പിന്നെ മൂന്നാമത്തെ മകൻ ഫരീദ്. ആളെപ്പോഴും താമരയാ, ഫുൾ ടൈം വെള്ളത്തിലാണ്. അതുകൊണ്ട് ബഷീർ ഫരീദിനെ വീട്ടിലേക്ക് അടുപ്പിക്കാറില്ല. വാപ്പയെ കാണാതെ ഓരോന്ന് മോഷ്ടിച്ചും മറ്റുമാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെണ്ണ് കെട്ടിയിട്ടില്ല. വല്ലപ്പോഴും വീട്ടിൽ വരും. വന്നാൽ ബഷീറുമായി വഴക്കിട്ടിട്ടാ തിരിച്ചു പോകാറ്. ഫരീദിനെ കുറിച്ച് ഓർക്കുമ്പോൾ ബഷീറിന് എന്നും ആദിയാ. അങ്ങനെ ആ വലിയ വീട്ടിൽ ബഷീറും വേലക്കാരനും മാത്രമാണ് താമസിക്കുന്നത്. വാർദ്ധക്യത്തിൽ ബഷീറിനെ നോക്കാൻ ആരും തയ്യാറല്ല. മക്കളാണെങ്കിൽ ബഷീറിൻ്റെ പണം മാത്രം മതി. ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്. ആർക്കും വീതം വെച്ച് കൊടുത്തിട്ടില്ല. കൊടുത്താൽ പിന്നെ പേരിന് പോലും ഒരു മക്കളെയും ഇങ്ങോട്ട് കാണില്ല എന്ന് ബഷീറിന് അറിയാമായിരുന്നു. ബഷീറിൻ്റെ അടുത്ത കൂട്ടുകാരനാ വറീദ്. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ വറീദ് ബഷീറിൻ്റെ അടുത്ത് വരും. ഓരോ ഓർമ്മകൾ പുതുക്കാനായി. വറീദ് കൂടെ പോയി കഴിഞ്ഞാൽ ബഷീറിന് പിന്നെ ഏകാന്തതയും കൂടും. അങ്ങനെ തൻ്റെ വിഷമമെല്ലാം വറീദിനോട് പറഞ്ഞു. വറീദാണ് ആ പോംവഴി ബഷീറിന് പറഞ്ഞു കൊടുത്തത്. ആദ്യം അത് കേട്ടപ്പോൾ ബഷീറിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ ബഷീർ അതിനെക്കുറിച്ച് നന്നായി ആലോചിച്ചു. ഏകാന്തതയും ഒറ്റപ്പെടലും കൊണ്ട് മടുത്ത ബഷീറിന് അതൊരു നല്ല തീരുമാനമായി തോന്നി. അങ്ങനെ ബ്രോക്കർ വഴി ഒരു പെൺകുട്ടിയെ സെറ്റാക്കി. ലൈല എന്ന അവളുടെ പേര്. 30 വയസ്സേ ഉള്ളൂ. ലൈലയുടെ ആലോചന ആദ്യം ബ്രോക്കർ പറഞ്ഞപ്പോൾ ബഷീർ ഒട്ടും സമ്മതിച്ചില്ല. തൻ്റെ ഇളയ മകനേക്കാളും വയസ്സ് കുറവായിരുന്നു ലൈലക്ക്. നന്നായി എതിർത്തെങ്കിലും ബ്രോക്കറും വറീദും കൂടെ നിർബന്ധിച്ചപ്പോൾ ബഷീറിന് സമ്മതം മൂളി. എന്നിട്ട് പെണ്ണ് കാണാനായി പോയി. അങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ച ബഷീറും വറീദും ബ്രോക്കറും കൂടി പെണ്ണ് കാണാൻ ലൈലയുടെ വീട്ടിലെത്തി. ഒരു ചെറിയ വീട്, തേച്ചിട്ടൊന്നുമില്ല. ലൈലയുടെ വീട്ടിൽ ലൈലയും 2 അനിയത്തിമാരും ഉമ്മയും വാപ്പയുമാണുള്ളത്. ലൈല ഒരു കൊച്ചു സുന്ദരി തന്നെ. എല്ലാം തികഞ്ഞ ഒത്ത പെണ്ണ്. ബഷീറിന് ആദ്യ നോട്ടത്തിൽ തന്നെ ലൈലയെ ഇഷ്ടമായി. അങ്ങനെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുമ്പോഴാണ് ലൈലയുടെ വാപ്പ ലൈലയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുന്നത്. ലൈലയുടെ ആദ്യ വിവാഹം 17-ാം വയസ്സിൽ കഴിഞ്ഞതാ. ഒരു 8 മാസം മാത്രമാണ് ലൈല അവിടെ കഴിഞ്ഞത്. ലൈലയുടെ ആദ്യത്തെ ഭർത്താവിന് ലൈലയെ സംശയമായിരുന്നു. എന്നും രാത്രി അവളെ നന്നായി ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആരോ കണ്ടത് ഭാഗ്യം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് ആ ബന്ധം പാടെ മുറിച്ചു മാറ്റി.
അവളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ അവൾ ഇവിടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നു. ലൈലയുടെ വാപ്പ ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ ബഷീറിന് അതൊന്നും അത്ര പ്രശ്നമല്ലായിരുന്നു. ലൈലയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് ബഷീർ പറഞ്ഞു. ലൈലയാണെങ്കിൽ വീട്ടിലെ പ്രാരാബ്ധവും തൻ്റെ അനിയത്തിമാരുടെ ഭാവിയും ഓർത്ത് ബഷീറുമായുള്ള വിവാഹത്തിന് സമ്മതം മൂളി. അങ്ങനെ പെട്ടെന്ന് തന്നെ ബഷീറും ലൈലയും തമ്മിലുള്ള വിവാഹവും നടന്നു. ലൈലയെ വിവാഹം ചെയ്യുന്നതിൽ ബഷീറിൻ്റെ മക്കൾ രണ്ടാളും എതിർത്തിരുന്നു. എന്നാൽ മൂന്നാമത്തെ മകൻ പരീദ് ബഷീറിൻ്റെ വിവാഹ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാ. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നതൊന്നും അവനറിയില്ലായിരുന്നു. രണ്ട് മക്കളുടെയും എതിർപ്പ് വകവയ്ക്കാതെ ബഷീർ ലൈലയെ വിവാഹം കഴിച്ചു. അതോടെ മക്കളുമായുള്ള ബന്ധവും അവസാനിച്ചു. വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ബഷീറിന് ലൈല വലിയൊരു ആശ്വാസമായിരുന്നു. ലൈലയുടെ വരവോടെ ബഷീറിന് നല്ല മാറ്റമുണ്ടായി. നല്ല ഭക്ഷണവും പരിചരണവും അവൾ ബഷീറിന് കൊടുത്തു. എന്നാൽ ലൈലയുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാൻ ബഷീറിന് കഴിയില്ലായിരുന്നു. 3 മക്കൾ ജനിച്ചതോടെ ബഷീറിൻ്റെ ഭവിഷ്യം പാടെ അവസാനിച്ചിരുന്നു. ഇപ്പോൾ പേരിന് മാത്രമാണ് അത്. ഇതൊന്നും ലൈലയോട് ബഷീർ പറഞ്ഞിട്ടില്ല. ലൈലയാണെങ്കിലോ തൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട പലതിനും വേണ്ടി രാത്രികാലങ്ങളിൽ അവൾ സമീപിക്കും. എന്നാൽ ബഷീറാകട്ടെ ഓരോന്നും പറഞ്ഞ് അവളെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. എല്ലാ രാത്രിയും ലൈല നിരാശയോടെയാണ് ഉറങ്ങിയത്. തൻ്റെ വിഷമം കേൾക്കാനും പറയാനുമായി ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. എല്ലാം വിധിയെന്ന് കരുതി അവൾ ആശ്വസിച്ചു. ലൈല അവിടെ ഒരു ഹോം നേഴ്സിനെ പോലെയായ ബഷീർ കണ്ടിരുന്നത്. തൻ്റെ വാർദ്ധക്യകാല പരിചരണത്തിന് വേണ്ടി ഒരു പെണ്ണ് മാത്രം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ലൈല ബഷീറിന്. ചിലപ്പോഴൊക്കെ തൻ്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ലൈലയ്ക്ക് ഓർമ്മ വരും. തന്നെ വേദനിപ്പിക്കുമെങ്കിലും തൻ്റെ ആഗ്രഹങ്ങൾ അയാൾ നടത്തി തന്നിരുന്നു. പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും ഒരു പരിധിവരെ അത് ശമിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ലൈലയുടെ മനസ്സിൽ പിരിമുറുക്കവും ബഷീറിനോടുള്ള ദേഷ്യവും പതിയെ കൂടി വന്നു. പക്ഷേ ലൈലയ്ക്ക് ബഷീറിനെ വിട്ടുപോകാൻ കഴിയില്ലായിരുന്നു. അതിന് കാരണവുമുണ്ട്. സാമ്പത്തികമായി ബഷീർ നല്ല രീതിയിൽ തന്നെ ലൈലയുടെ വീട്ടുകാരെ സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബഷീറിനെ അനുസരിച്ച് ജീവിക്കാനല്ലാതെ ലൈലയ്ക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ബഷീറിനോടുള്ള ദേഷ്യവും വെറുപ്പും ലൈലയ്ക്ക് കൂടിക്കൊണ്ടേയിരുന്നു. തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവൾ പാടെ കുഴിച്ചു മൂടി. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഓരോ ദിവസവും പതിയെ പതിയെ തള്ളി നീക്കിക്കൊണ്ടേയിരുന്നു. ബഷീറാണെങ്കിൽ ഇതൊന്നും വകവയ്ക്കാതെ അയാളുടെ കാര്യങ്ങൾക്ക് മാത്രമായി ലൈലയെ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ലൈലയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോഴെല്ലാം.
അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി പുറത്തെ വാതിലിൽ ഒരു മുട്ട് കേട്ടു.